തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. आज मिलकर प्रभु की उपस्थिति में रहने के लिए प्रभु ने ऐसा एक अवसर दिया, इसलिए मैं प्रभु का स्तुति करता हूँ। ഇന്ന് രാവിലെ സമയം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. आज सुबह के समय प्रार्थना पूर्वक जो भी लोग प्रभु की उपस्थिति में बैठे हुए हैं, सभी को प्रभु बहुतायत से आशीष देने पाए। നമുക്ക് ദൈവം നൽകി തരുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. प्रभु हमें ऐसा अच्छा सुंदर समयों को दे रहा है, इसलिए मैं प्रभु का धन्यवाद और स्तुति करता हूँ। പ്രത്യേകാൽ പ്രിയ ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. विशेषकर सभी प्रभु के दासों को याद करते हुए मैं प्रभु का स्तुति करता हूँ। പ്രിയ കർത്താവിന്റെ ദാസൻ തോമസൻ പാസ്റ്റർ സുവിശേഷ വിലയുള്ള ബന്ധത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോയിരിക്കുന്നല്ലോ. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ദൈവം അവരെ ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. प्रभु के दास पास्टर थॉमसन दूसरे एक स्थान में सेवकाई के संबंधित गए हुए हैं, इसलिए मैं उनको याद करते हुए प्रभु का स्तुति करता हूँ। परिवार के साथ प्रभु उनको उपयोग करते हैं, इसलिए प्रभु का धन्यवाद और स्तुति देता हूँ। പ്രത്യേകിച്ച് പ്രിയ ജോയി പാസ്റ്ററിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ കാണുവാൻ കർത്താവ് നൽകിയിട്ടാണ് നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. और विशेष प्रभु के दास पास्टर जॉय को भी याद करते हुए प्रभु का स्तुति करता हूँ कि एक और बार ऐसे मिलने के लिए प्रभु ने हमें अवसर दिया है। കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ജോയിൻ ചെയ്ത സമയം ഞാൻ ദുബൈയിലേക്ക് വരുവാൻ തയ്യാറെടുക്കുന്ന സമയമായിരുന്നു. ദൈവജനങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. വളരെ അനുഗ്രഹമായി കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. पिछले दिनों में मैं जब आपके बीच में आए थे, तब मैं इस स्थान में दुबई में आने के लिए मैं तैयारियों को कर रहा था, लेकिन आप सभी के प्रार्थना के साथ साथ यहाँ तक आने के लिए और यहाँ की सेवकाई का कार्यभार उठाने के लिए और साथ साथ सब कुछ अच्छे से प्रभु अब तक ले चल रहा है। सारे प्रार्थना किए हुए लोगों को मैं धन्यवाद के साथ याद करता हूँ। प्रभु आप सभी को बहुतायत से आशीष दे। പ്രത്യേകിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ട്രാൻസ്ലേഷൻ നടത്തുന്ന പ്രിയ സ്തോത്രം സാധനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകും. और विशेष सभी लोगों के लिए धन्यवाद करते हैं। अनुवाद करने वाले प्रभु के दास के लिए भी धन्यवाद देते हैं। രാവിലെ ഞാൻ ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. सवेरे एक छोटी सी एक विचार आपके बीच में बांटने के लिए मैं प्रभु में शरण लेता हूँ। ആർക്കും ഉറക്കം വരുന്നില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. मैं सोचता हूँ कि आप में से किसी को नींद नहीं आ रहा है। അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക. നിങ്ങൾക്ക് വളരെ വേഗം മനസ്സിലാകത്തക്ക നിലകളിൽ ഒരു ചെറിയൊരു കാര്യം, ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. और आप सभी लोग बड़े ध्यान के साथ रहना है। आप सभी को समझने लायक एक छोटी सी मनन का विषय मैं आपको देता हूँ। प्रभु आप सभी को सहायता करे। എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ മലയാളത്തിലും ഹിന്ദിയിലും കൂടെ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സസ് 32 to 34. इब्रानियों की पत्री 11 अध्याय उसके 32 से लेकर 34 आयत तक हम पढ़ेंगे। ഇനി എന്ത് പറയേണ്ടോ? ഗിദ്യോൻ, ബാരാഖ്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് താരണം കൈക്കൊള്ളാതെ വേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. वचन इस प्रकार लिखे 32वें अध्याय में कि अब और क्या कहूं, क्योंकि समय नहीं रहा कि गिदोन का
और बाराक और शिमशोन का और इफ्ता का और दाऊद और शमूएल का और भविष्यवक्ताओं का वर्णन करूं। इन्होंने विश्वास ही के द्वारा राज्य जीते, धर्म के काम किए, प्रतिज्ञा की हुई वस्तुएं प्राप्त की, सिंहों के मुंह बंद किए, आग की ज्वाला को ठंडा किया, तलवार की धार से बच निकले, निर्बलता में बलवंत हुए, लड़ाई में वीर निकले, विदेशियों की फौजी को मार भगाए। നമുക്ക് ഒത്തിരി പരിചയമുള്ള വാക്യമാണ് ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ പല വാക്യങ്ങളും. और हम सब लोग सबसे ज्यादा जानने वाला कुछ आयतें हैं जो इब्रानियों की पत्री 11 अध्याय के अधिकतर भाग के अंदर। ഇവിടെ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. यहाँ पर हम ध्यान से पढ़ेंगे तो विश्वास के लिए हमें खड़े रहने वाले वीरों के विषय में एक बड़ी सूची को यहाँ पर बताया जाता है। അവിടെ നമ്മൾ വായിച്ചത് ഇനി എന്തോ പറയാനാണ്, കാരണം വിശ്വാസത്താൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. और यहाँ पर हमने यहाँ पर इस प्रकार से 32वें आयत में पढ़ते हैं कि अब और क्या कहूं, क्योंकि उन्होंने विश्वास के लिए, ये बाकी लोगों ने भी बहुत सारे कार्यों को किया है। പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ വിശ്വാസ വീരന്മാരെന്നറിയപ്പെടുന്ന ഇവരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു. लेकिन हम एक सच्चाई को यहाँ समझना जरूरी है कि यहाँ पर दिखाए हुए ये विश्वास के वीरों के जीवन को यदि हम जांचेंगे तो जैसे हम समझते हैं वैसे इनके जीवन इतना सुंदर और परिपूर्ण है, ऐसा होना जरूरी नहीं है। നമ്മൾ ചിന്തിച്ചത് ഈ വിശ്വാസ വീരന്മാരൊക്കെ ഇത്രയും വിശ്വാസത്തിന്റെ വലിയ പ്രവർത്തികളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അവരൊക്കെ അമാനുഷികരായ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പൊട്ടി താഴേക്ക് വീണ ദൈവദൂതന്മാരെ പോലെ ഉള്ളവരാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാറുണ്ട്. हम कई बार ऐसे सोच कर बैठ जाते हैं क्योंकि इन लोगों ने, इन परमेश्वर के दासों ने हमें इतने इतने बड़े विश्वास के लिए बड़े कार्यों को किए हैं, तो ये लोग साधारण से लोग नहीं हैं, कहीं स्वर्ग से गिरे हुए हमें ऐसे असाधारण स्वभाव के लोग हैं, ऐसी एक चिंता हमारे अंदर कई बार आ जाती हैं। പക്ഷെ ഇവിടെ വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ടത് അവരൊന്നും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാം തികഞ്ഞ മനുഷ്യരൊന്നും ആയിരുന്നില്ല. അവരൊക്കെ ഒത്തിരി കുറവുകളുള്ളവരായിരുന്നു. यहाँ विश्वास के वीरों के विषय में जब हम सोचते हैं तो ये बात को समझना है कि ये लिखे हुए लोग कोई भी पूर्ण रीति से परिपूर्णता में रहने वाले लोग नहीं थे, परंतु उनके जीवन में भी कहीं ना कहीं कमियां और कहीं ना कहीं कमजोरियां दिखाई देते हैं। ഇവിടെ 21-ാമത്തെ വാക്യം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? यहाँ 21वें आयत को भी हम एक बार पढ़ेंगे। വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ ജോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. തങ്ങളുടെ വടിയുടെ ഇവിടെ ഞാന് സമയക്കുറവ് മൂലം 2-3 കാര്യങ്ങളൊന്ന് ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. समय की कमी के कारण मैं 2-3 बातों को सीधा जल्दी से बताने के लिए कोशिश करता हूँ। അതായത് സമയക്കുറവ് മൂലം എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുന്നില്ല. 21, 31, 24 ഇങ്ങനെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. समय के कमी के कारण मैं सभी आयतों को पढ़वाना नहीं चाहता हूँ। इसके 21वें आयत, 31वें आयत, उसके 34वें आयत, इन सभी आयतों में कई वचनों को हम यहाँ पर देख पाएंगे। വിശ്വാസത്താൽ അബ്രഹാമിനെ കുറിച്ച്, അബ്രഹാമാണ് വിശ്വാസ വീരന്മാരുടെ നിരയിൽ ഒരാളെ നമുക്ക് മനസ്സിലാകുന്നത്. यहाँ पर एक जगह लिखा हुआ है कि विश्वास ही से अब्राहम, और अब्राहम के बारे में हम देखते हैं विश्वासियों के पिता के रूप में वे जाने जाते हैं, और अब्राहम के जीवन के बारे में भी हम अच्छी तरह से जानते हैं।
അപ്പൊ ഈ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് പറ്റിപ്പോയ ഒരു വീഴ്ച, അദ്ദേഹവും വീഴ്ച പറ്റിയ ഒരാളാണ്. കാരണം ആഹ് ദൈവം വാഗ്ദത്തമായിട്ടൊരു തലമുറയെ നൽകി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കെ ഭാര്യയുടെ വാക്ക് കേട്ട് ഹാഗാറിനെ എടുത്ത് അതിലൂടെ ഒരു തലമുറ ഉണ്ടായി. ശരിക്കും ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വിപരീതമായി തന്റെ ജീവിതത്തിൽ സംഭവിക്കത്തക്ക നിലകളിൽ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഴ്ച പറ്റിയ ഒരാളാണ് അബ്രഹാം. अब्राहम के विषय में हम देखते हैं, हम जानते हैं कि अब्राहम जो था, जो परमेश्वर की ओर से वायदा प्राप्त किया हुआ एक व्यक्ति रहा संतान के विषय में, परंतु कुछ समय के पश्चात अपने पत्नी की बातों को सुनकर आमीन ऐसे एक गड़बड़ी या ऐसे एक गलती किए हुए अनुभव में अब्राहम को भी हम देख पाते हैं। അതുപോലെ തന്നെ മോശ, വിശ്വാസത്താൽ മോശ എന്ന് നമ്മളുണ്ട്. വിശ്വാസവീരന്മാരിൽ ഒരാളാണ് മോശ. ऐसे ही हम देखते हैं कि विश्वास के वीरों में मूसा का भी नाम आमीन देख पाते हैं। മോശയെ കുറിച്ച് നമുക്കറിയാം, അവൻ കൊട്ടാരത്തിൽ ഇരിക്കെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന സമയത്തിന് മുൻപേ തന്നെ മറ്റൊരാളെ അടിച്ചു വീഴ്ത്തി കൊന്ന് മണലിൽ താഴ്ത്തി അവിടുന്ന് ഓടിപ്പോയ ഒരു മനുഷ്യനാണ് മോശ എന്ന് പറയുന്നത്. और मूसा के विषय में हम जब देखेंगे तो मूसा के बारे में हम जानते हैं कि परमेश्वर उसको जो नियुक्त करने के समय से पहले ही उसने एक व्यक्ति को जो है आमीन उस मरुभूमि में मार डाला, उसे गाड़ दिया और उसी प्रकार का एक कार्य किया हुआ व्यक्ति रहा है। പിന്നെ നമ്മൾ കാണുന്നത് വിശ്വാസത്താൽ യാക്കോബ്. फिर अगले व्यक्ति को हम देखते हैं विश्वास के द्वारा याकूब के बारे में। യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം, അവൻ ചതിയനും വഞ്ചകനും ഒക്കെ ആയിരുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയത്നിച്ച ഒരാളാണ് യാക്കോബ്. याकूब के विषय में भी हम जानते हैं कि वो धोखा देने वाला था और अपने ही कार्यों के लिए वे प्रयत्न करने वाला एक व्यक्ति रहा। പിന്നെ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്നത് രാഹാബിനെ കുറിച്ച് പറഞ്ഞതാ. അവൾ ഒരു വേശ്യാസ്ത്രീ ആയിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ആ വേശ്യാപ്രവർത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയും വിശ്വാസവീരന്മാരുടെ കൂട്ടത്തിൽ വന്നു എന്നുള്ളതാണ്. फिर मुझे सबसे ज्यादा अचंभा करने वाला एक और विषय है जो है राहाब के बारे में है। राहाब के बारे में वचन कहते हैं कि वो एक वेश्या के कार्य करने वाली एक स्त्री रही, परंतु उसके भी नाम इन विश्वास के वीरों की उस सूची में कैसे आ गया है। അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈ വിശ്വാസവീരന്മാരെന്നറിയപ്പെടുന്ന ഈ ആൾക്കാരൊക്കെ ഒരുപാട് കുറവുകളും ബലഹീനരും തകർന്നവരും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിട്ടുള്ളവരും ഒന്നും ആയിരുന്നില്ല. तो हम कहने का तात्पर्य यही है कि जब ये विश्वास के वीरों के विषय में जब हम पढ़ते हैं, हमें ये बात को ध्यान रखना है कि ये लोग जैसे हम समझते हैं वैसे हर एक काम में पूर्णता पाए हुए या हर एक काम में सिद्ध पाए हुए लोग नहीं थे। उनके भी जीवन में कमियां रहती थी, उनके भी जीवन में कमजोरियां आती थी। പക്ഷെ ഇപ്പം പിന്നെ എങ്ങനെയാണ് ഇവര് വിശ്വാസവീരന്മാരെന്നുള്ള ഒരു നിലയിലേക്ക് കടന്നു വന്നത്? ऐसा है तो फिर ये लोग कैसे ये विश्वास के वीरों की सूची में इनके नाम आने का कारण बना? അത് കടന്നു വരാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അവർ പരാജയപ്പെട്ടവരും, ഒരു ഘട്ടത്തിൽ അവർ തകർന്നവരും, ഒരു ഘട്ടത്തിൽ അവർ ദൈവഹിതമില്ലാത്തത് പ്രവർത്തിച്ചവരും ഒക്കെ ആയിരുന്നെങ്കിലും ഒരു ഭാഗം, ഒരു സമയത്ത് അവർ ദൈവസന്നിധിയിൽ ഒത്തിരി തകർന്നവരാണ്, ഒത്തിരി പ്രാർത്ഥിച്ചവരാണ്, ദൈവത്തോടടുത്ത് വന്നവരാണ്. ആ ഒരു സമർപ്പണമാണ് അവരെ വിശ്വാസവീരന്മാരെന്ന് പറയുന്ന നിലയിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നത്. ये बात को हमें समझना है कि वे लोग जो हैं विश्वास के आमीन वीरों के उस सूची में आने का एक कारण यह है, ये एक समय ये लोग आमीन अपने जीवन की कमियों के कारण, कमजोरियों के कारण वे लोग आमीन टूटे हुए अवस्थाओं में थे, परंतु वे प्रभु की उपस्थिति में आए, परमेश्वर के पास आने के लिए वे लौट कर आने के लिए तैयार हुए। उसी के कारणवश हम उन्हें विश्वास के वीरों की उस सूची में नाम को उनके बारे में देखते हैं। അപ്പോ ഞാനിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
നമ്മുടെ ജീവിതത്തിന്റെ തകർച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്നത് പോലെ നമുക്ക് ആ ദൈവഹിത പ്രകാരം ജീവിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപാകതകൾ കണ്ടേക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ കണ്ടേക്കാം. പക്ഷെ ദൈവസന്നിധിയിൽ നമ്മൾ അനുതാപത്തോടുകൂടെ അടുത്തു വരുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ അടുത്തു വരുന്നെങ്കിൽ, നമ്മളെ മറ്റൊരു ലെവലിലേക്ക് മാറ്റാൻ, വിശ്വാസവീരന്മാരുടെ നിരയിലേക്ക് ഇവര് വന്നതുപോലെ തന്നെ നമ്മളെയും ദൈവം മറ്റൊരു നിലവാരങ്ങളിലേക്ക് മാറ്റാൻ, ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ, ദൈവപ്രവർത്തികൾ നമ്മളിലൂടെ ചെയ്യുവാൻ ഇടയാകത്തക്ക നിലകളിൽ നമ്മളെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. तो मेरा कहने का तात्पर्य यही है कि हम भी यदि अपने जीवन में अपनी कमियों को जानकर यदि हम प्रभु की उपस्थिति में आएंगे, अपने आप को समर्पित करेंगे, तो हमें भी परमेश्वर जिस प्रकार इन विश्वास के वीरों को परमेश्वर ने उपयोग किया, वैसे हमें भी प्रभु उपयोग करने के लिए सामर्थ्य रहेगा। हमारी कमजोरियों को हटाकर बल में बदलने वाला वो प्रभु का काम वो हमारे जीवन में भी हो पाएंगे। ഇവിടെ നമുക്ക് പൗലോസ് പറയുന്നത് പോലെ തന്നെ പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് നമ്മുടെ ഈ വിശ്വാസത്തിന്റെ ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടേണ്ടത് ആവശ്യമാണ്. जिस प्रकार पौलुस हमें याद दिलाता है कि जो पीछे रह गया है उसे भूलकर आगे की ओर निशाने की ओर दौड़ता चले जाने के लिए हमारे जीवन में हमें ये बात को ध्यान रखना बहुत जरूरी है। അതായത് പിൻപിലുള്ള തകർച്ചകളോ പിൻപിലുള്ള ആ ഒരു വന്നുപോയ വീഴ്ചകളോ പരാജയങ്ങളോ ഓർക്കാതെ ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നു എങ്കിൽ വിശ്വാസത്താൽ വലിയ കാര്യങ്ങൾ ഇവരിലൂടെ ചെയ്തതുപോലെ തന്നെ നമ്മളിലൂടെയും വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. और एक सच्चाई को हमें बाद में समझना जरूरी है कि हमारे जीवन में पीछे रह गए जो भी कमजोरियां हैं, पीछे रह गए जो भी आमीन पराजय की बातें हैं, उसे हम छोड़कर भूलकर आगे की ओर निशाने की और दौड़ता चला जाने के लिए यदि हम अपने आप को समर्पित करते हैं, तो परमेश्वर भी हमें इस प्रकार से बड़े महान कार्यों के लिए हमें उपयोग करा सकता है। അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. यही हमें समझने के लिए पहली बात जो हम आपसे कहना चाहते हैं। അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ മുൻപോട്ട് പോയാൽ വിശ്വാസത്താൽ അത്ഭുതങ്ങൾ നടക്കും, വിശ്വാസത്താൽ രോഗസൗഖ്യം നടക്കണം, വിശ്വാസത്താൽ ദൈവപ്രവൃത്തി നടക്കും, വിശ്വാസത്താൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാനൊക്കെ ഇടയായിത്തീരും. और ऐसे हम आगे बढ़ेंगे तो हमें बात को समझना है कि विश्वास के द्वारा बड़े अद्भुत कार्यों को हम देख पाएंगे, कर पाएंगे। विश्वास के द्वारा हम चिन्ह और चमत्कारों को हमारे जीवन से करता हुआ देख पाएंगे। ഇനി ഒരു വശം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ? एक बात पहली सूची जो मैंने बताया वो आपको समझ गए हैं ना? പെർഫെക്റ്റ് ആയിട്ടല്ല, പക്ഷേ അനുതാപത്തോടും തകർച്ചയോടുമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. हम में से कोई भी सिद्ध नहीं है, परंतु यदि हम बड़े पश्चाताप के साथ और आंसू बहाते हुए प्रभु की उपस्थिति में आए तो परमेश्वर हमें फिर से पुनर्स्थापित करके अपने कार्यों में वे इस्तेमाल करेंगे। यही मैंने पहली विषय में कहा है। അങ്ങനെ വിശ്വാസത്താൽ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കും. और ऐसे विश्वास के द्वारा बड़े अद्भुत कार्यों को हम कर पाएंगे। ഇനി അടുത്ത ഭാഗം ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കണം. അതിന്റെ 36ാമത്തെ വാക്യം. अगले भाग की ओर हम जाते हैं, ध्यान से सुनना है। उसके 36वें आयत की ओर हम देखेंगे। വായിക്കാമോ? വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. कई एक ठट्टों में उड़ाए जाने और घोड़े खाने वरन बांधे जाने और कैद में पकड़ने के द्वारा परखे गए। 35ാമത്തെ വാക്യം അവരൊന്ന് വായിക്കാൻ വാസേ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു അതിന്റെ തൊട്ട് മുൻപുള്ള വാക്യം, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. വിശ്വാസത്താൽ രാജ്യങ്ങളെ പിടിച്ചടക്കി.
നീതി ഓക്കെ, നടത്തി ഇവിടെ നമ്മൾ വാഗ്ദത്തം പ്രാപിച്ചു. കാണുന്ന ഒരു ഭാഗം എല്ലാവരും ശ്രദ്ധിക്കണേ. അതായത് 34 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലെ? അയ്യോ, മേള് മുതലേ താഴോട്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. വിശ്വാസത്താൽ അവർ ചെയ്ത കാര്യങ്ങളാ. എന്തുവാ? തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ പിടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വിശ്വാസത്താൽ ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ചാണ് വായിക്കുന്നത്. विश्वास के द्वारा किए हुए बहुत सारे कार्यों के विषय में 34 और 35 आयतों को आप पढ़ेंगे तो वहां पर बहुत सारी बातों को हम देख पाते हैं। ഇനി ഇതൊരു ഭാഗമാണ്. तो ये बात को आप समझना है, ये एक भाग है जो इसको हम देख पाएंगे। ഇനി രണ്ടാമത്തെ ഭാഗമാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. और अगला भाग है जो मैं अगले बोलने जा रहा हूं। അത് നിങ്ങൾ ശ്രദ്ധിച്ചേ, മറ്റു ചിലർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? और अगले भाग में आप ध्यान से पढ़ेंगे तो वहां पर इस प्रकार लिखा है कि कई और लोगों ने, മറ്റു ചില, അപ്പൊ ഒരു കൂട്ടര് വിശ്വാസത്താൽ ഒത്തിരി അത്ഭുതങ്ങളും ദൈവപ്രവൃത്തികളും വീര്യപ്രവൃത്തികളും കണ്ടപ്പോൾ ഇനി മറ്റു ചിലരുടെ കാര്യം പറയാം. एक साइड में हम देखते हैं, एक बाजू में हम देखते हैं कि एक जो झुंड है जो विश्वास के द्वारा बड़े बड़े वीर कार्यों को किए, बाद में कहते हैं कि दूसरे कुछ लोगों ने क्या कुछ किया है उसके बारे में लिखा है। അവിടെ പറയുന്നത് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. और वहां पे इस प्रकार से लिखा है कि उत्तम पुनरुत्थान के भाग पाने के लिए आमीन, इस प्रकार से वे अपने जीवन में कितना आमीन कष्ट को उठाए। പിന്നെ പറയുന്നത് വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. और फिर आगे कहते हैं 36वें आयत में कि कई ऐसे भी लोग हैं जो ठट्टों में उड़ाए गए थे, फोड़े खाने और बांधे जाने और कैद में पकड़ने के द्वारा उनके जीवन में परखने की अनुभव हुई। പിന്നെ പറഞ്ഞ ശ്രദ്ധിച്ചേ, കല്ലേറേറ്റു. फिर अगले आयत की ओर ध्यान देना कि वे कई ऐसे भी थे जो पथराव किए गए ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. और आरे से चीरे गए, പരീക്ഷിക്കപ്പെട്ടു. उनकी परीक्षा की गई, വാളാൽ കൊല്ലപ്പെട്ടു. तलवार से मारे गए, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. कंगालों में और क्लेश में और दुख भोगते हुए, भेड़ों और बकरियों के खाले ओढ़े हुए, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടതയും സഹിച്ചു. और बहुत सारे ऐसे क्लेश, कंगाली की अवस्थाएं और मारे मारे फिरने के अनुभव उनके जीवन में वे सहने पाए। കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. और जंगलों और पहाड़ों और गुफाओं में और पृथ्वी के दरारों में भटकते फिरे। ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. मैं आपसे ये बात को पूछना चाहता हूं कि क्या ये सारी बातें, क्या हम अपने आप में ये बात को अपनाने के लिए तैयार होंगे क्या? നമ്മള് ഈ വിശ്വാസ വീരന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗമാ പറയുന്നത്. हम जब विश्वास के वीरों के बारे में जब कहते हैं तो उनमें से एक भाग के लोगों के बारे में ही हम बातों को करते हैं। നമ്മൾ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ? അയ്യോ, വിശ്വാസത്താൽ അവര് അത്ഭുതങ്ങൾ ചെയ്തു, വിശ്വാസത്താൽ വീര്യപ്രവൃത്തി ചെയ്തു, വിശ്വാസത്താൽ അവർ അത് നേടി, ഇത് നേടി, രോഗസൗഖ്യം പ്രാപിച്ചു. ഇതൊക്കെയാണ് നമ്മൾ വിശ്വാസ വീരന്മാരുടെ ഗണത്തിൽ പെടുത്തുന്നത്. हम विश्वास के वीरों के बारे में जब बातों को कहते हैं तो हम ये बात को बोलते हैं कि विश्वास के द्वारा उन्होंने अद्भुत कार्यों को किया, विश्वास के द्वारा उन्होंने ये हासिल किए, वो हासिल किए, ऐसे बड़े बड़े बातों के बारे में हम बोल बैठते हैं। ഈ ഒരു രോഗം വന്ന് അത് പ്രാർത്ഥിച്ചു, അത് മാറി, നമ്മൾ എന്താ പറയും?
അവർക്ക് ഭയങ്കര വിശ്വാസമാണ്, വിശ്വാസ വീരന്മാരായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. एक बीमारी आए और प्रार्थना किए और वो बीमारी यदि चंगाई हो जाए तो हम क्या कहते हैं कि वे लोगों के अंदर बहुत विश्वास से भरे हुए वीरों के अंदर वे आते हैं। എന്നാൽ വേറൊരു ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനല്ല. രോഗം വന്നു, പ്രാർത്ഥിച്ചു, പക്ഷെ ആ രോഗം മാറിയില്ല, അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മൾ എന്തോ പറയും? और एक अलग एक झुंड ऐसे होंगे कि वे उनके जीवन में बीमारी आती है, उन्होंने प्रार्थना की है लेकिन उनका बीमारी चंगाई नहीं हुआ, तो हम उनके बारे में क्या कहेंगे? ഇത് രണ്ടും വിശ്വാസമാണെന്നാണ്, വിശ്വാസ വീരന്മാരാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ये दोनों विश्वास के वीर हैं, ये विश्वास करने वाले लोग हैं, ऐसे बाइबल हमें सिखाती हैं। ഈ 34-ാമത്തെ വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക. അവിടെ ഒരു വാക്യം പ്രത്യേകം എഴുതിയിട്ടുണ്ട്, വാളിന്റെ വായ്ക്ക് തെറ്റി. और 34वें आयत में आप ध्यान से पढ़ना, वहां पर इस प्रकार से लिखे हैं कि तलवार की धार से बच निकले। അതായത് വാളും കൊണ്ട് കൊല്ലാൻ നോക്കിയിരുന്നവർക്ക് ഇവരെ കൊല്ലാൻ പറ്റിയില്ല. അവർക്ക് കർത്താവിലുള്ള വിശ്വാസം ഭയങ്കരമായിരുന്നു. और उनका कहने का अर्थ इतना ही है क्योंकि कई लोगों को तलवार से मारने के लिए वे लोग इंतजार किए, तैयारी किए, परंतु वे उनको मार नहीं पाए क्योंकि उनके विश्वास उतना भयंकर और गहरा था। അതേ ഭാഗത്ത് തന്നെ ഒരു വാക്യവും കൂടെ താഴോട്ട് വരുമ്പോൾ വേറൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്, 37-ാമത്തെ വാക്യം. वही आयतों को आप एक दो आयत नीचे पढ़ेंगे तो 37वें आयत को यदि आप पढ़ते हैं, അവിടെ വായിക്കുന്നത് ഈർച്ചവാളാൽ അറുക്കപ്പെട്ടെന്ന. और वहां पर इस प्रकार से पढ़े जाते हैं कि कई लोग जो हैं तलवार से मारे गए, आरे से वे उनको काटते थे, चीरे थे। അപ്പൊ ഇത് രണ്ടും വിശ്വാസ വീരന്മാരാണ്. दोनों जो भाग हैं विश्वास के वीरों के बारे में ही कहने वाली भाग हैं। വാളും കൊണ്ട് അറുക്കാൻ നിന്നവരുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടവരും വിശ്വാസ വീരന്മാരാണ്. എന്നാൽ വാളിനാൽ അറുക്കപ്പെട്ട ഭക്തന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അതും വിശ്വാസ വീരന്മാരാണ്. जो लोग पहले तलवार से बच निकले थे वे भी विश्वास के वीरों में आते हैं, और यहाँ हम पढ़ते हैं जो लोग तलवार से मारे गए वे भी विश्वास के वीरों में शामिल किए गए लोग हैं। ഇതിന് രണ്ടിനും വിശ്വാസം വേണം. इन दोनों के लिए विश्वास होना बहुत जरूरी है। ഈ വാളും കൊണ്ട് അറക്കാൻ വരുന്നവന്റെ മുമ്പിൽ വിശ്വാസത്തോടെ നിന്നെങ്കിലല്ല അവിടുന്ന് രക്ഷപ്പെടുത്താൻ ദൈവത്തിന് പറ്റുള്ളൂ. और जो है तलवार से मारने के लिए आने के समय में वहां विश्वास के साथ डटे रहने से ही तो प्रभु उस व्यक्ति को उस तलवार से बचा सकता है। ഈ വാളും കൊണ്ട് അറക്കാൻ വരുന്നവന്റെ മുൻപിൽ അറുത്താലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് നിന്നെങ്കിലേ ഒന്നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ വാളുകൊണ്ട് അറക്കപ്പെടും. ഇത് രണ്ടിനും വിശ്വാസം ഉണ്ടായിരിക്കണം. ये दोनों के अंदर विश्वास होना है। अगले जो भूमिका में हम इस प्रकार से देखते हैं कि यदि कोई मारने के लिए आए तो वहां पर भी विश्वास के साथ खड़े रहना है कि चाहे वो हमें मार दे ना, नहीं तो प्रभु हमें वहां से बचा दे। ചിലർ പരിഹാസവും ചമ്മട്ടിയും ചങ്ങലയും ഒക്കെ ഏറ്റതെല്ലാം വിശ്വാസത്താലാണ്. അവരെല്ലാം വിശ്വാസ വീരന്മാരാണ്. അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല അങ്ങനെ സംഭവിച്ചതെന്നാ പറഞ്ഞു പറയുന്നത്. और हमारे कहने का तात्पर्य यही है कि कई लोग जो हैं जो हमें तलवार से मारे गए या उनकी परीक्षा की गई या उनके ऊपर सताव हुए, ये दोनों पक्ष के लोग जो हैं विश्वास के द्वारा ही इन सारे चीजों को अपने जीवन में अनुभव किया है। ഞാൻ വിശ്വസിക്കുന്നത് കഷ്ടത അനുഭവിക്കുക, പരിഹാസം അനുഭവിക്കുക, ബുദ്ധിമുട്ട് അനുഭവിക്കുക, അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിൽ ഗ്രേഡ് അല്പം കൂടിയ ആൾക്കാരായിട്ടാണ് സ്വർഗത്തിലെ ദൈവം കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. प्रभु के दास इस प्रकार से ये बात को कहते हैं कि वे इस प्रकार विश्वास करते हैं, जो कष्ट और क्लेश और परीक्षा को अनुभव करते हैं वे एक स्तर ऊपर बढ़कर उसके विश्वास को उनके जीवन में वे रखते हैं, और परमेश्वर भी शायद उनको उसी प्रकार से आमीन गिना करते हैं। കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുമായിരുന്നു. पिछले दिनों में एक परमेश्वर के दास ने एक विषय के बारे में कुछ इस प्रकार से कहा, एकदम से मुझे जल्दी में याद आ रहा है। അതായത് പിന്നെ അദ്ദേഹം പറയുകയായിരുന്നു,
ഈ ഭയങ്കര ശുശ്രൂഷയുള്ള ദൈവദാസന്മാർക്ക് അവരെ കുറിച്ച് നമുക്കറിയാം അല്ലെ, വലിയ ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ, അവരെ കുറിച്ച് ലോകം മുഴുവൻ പറയുന്നത് അവര് ഭയങ്കര വിശ്വാസവീരന്മാരായതുകൊണ്ടാണ് ദൈവം അവർക്ക് ഭയങ്കര ശുശ്രൂഷ കൊടുത്തിരിക്കുന്നത്. और ऐसे जो सेवकाई करने वाले या विशेष वरदानों को रखने वाले लोग, जो प्रभु के दास लोग हैं, उनके विषय में इस प्रकार से वे कहते हैं कि इनके अंदर बहुत विश्वास का मात्रा ज्यादा है, इसलिए इनके द्वारा ऐसे सब कार्य हो रहा है। എന്നാൽ ഈ ചില ശുശ്രൂഷയൊന്നും എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് എനിക്ക് ഒത്തിരി ദൈവദാസന്മാരെ അറിയാം. എനിക്ക് ഒരു ദൈവദാസനെ അറിയാം. അദ്ദേഹം പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനയാണ്. പക്ഷെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിന്നൊരു വാക്ക് നന്നായിട്ട് പറയാൻ അറിയത്തില്ല. एक मैं कई ऐसे प्रभु के दासों को जानता हूँ, एक प्रभु के दास को विशेष में जानता हूँ, वे बहुत बड़ा प्रार्थना करते हैं, परंतु उठकर कुछ शब्दों को बोलने के लिए उनसे हो नहीं पाता। വലിയ പ്രസംഗം എന്നൊന്നും പറയാൻ അദ്ദേഹത്തിനൊന്നുമില്ല. बहुत बड़ा प्रचार कुछ करने के लिए उनसे संभव नहीं रह पाता। നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ ചിന്തിക്കുന്നത് അവരൊക്കെ വിശ്വാസ വീരന്മാരുടെ ഗണത്തിലൊക്കെ പെടുത്തുമ്പോൾ അത് ഭയങ്കര സ്റ്റേജുകളിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ അങ്ങ് ദൈവദൂതന്മാരായിട്ടും എഴുന്നേറ്റ് നിന്ന് ഒരു വാക്ക് പോലും പറയാൻ അറിയാൻ വയ്യാത്ത, അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ അറിയപ്പെടാത്ത ശുശ്രൂഷ ചെയ്യുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ദൈവദാസന്മാർ ഒന്നുമില്ലാത്തവരുമായിട്ട് നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. और हम कई बार ऐसे एक चित्रीकरण को करते हैं कि जो लोग बड़े कार्यों को करते हैं, बड़े बड़े मंचों में प्रचार करते हैं और बड़े अद्भुत कामों को जो करते हैं, वे लोग बड़े विश्वास के वीरों के संग में गिना जाता है। और जो लोग कुछ किसी को जानते भी नहीं है, कुछ शब्द बोलना भी नहीं जानते हैं, उनको हम बिल्कुल भी ध्यान नहीं देते हैं, वे ऐसी आमीन उनको हम छोड़ देते हैं। അതിനകത്തെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒത്തിരി ശുശ്രൂഷകളും ഒത്തിരി വലിയ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് അതില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. और उसके अंदर एक सच्चाई भी यह है कि बहुत सारे ऐसे बड़े बड़े कार्य करने वाले लोग, यदि ये सेवकाई उनके साथ ना रहे, तो वे लोग आमीन इस प्रकार से विश्वास के कार्यों में डटे रहने के लिए भी उनके लिए बहुत असंभव बात रह जाती हैं। അതുകൊണ്ട് ദൈവം അതൊരു ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തേക്കുക. इसलिए परमेश्वर ने उन्हें इस वरदानों को या ऐसी सेवकाइयों को एक तोहफे के समान उनके जीवन में उनको दे दिया है। എന്നാൽ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഗ്രൂപ്പ്. और प्रभु अपनी आंखों से जब देखते हैं तो कोई बड़ा सामर्थ्य कार्य ना करने वाले लोग भी यदि प्रभु के लिए खड़े रहते हैं, तो वे उनको उस अनुभव से या उस कार्यों के लिए प्रभु उसे उपयोग करते हैं। പ്രസംഗിക്കാൻ വേദികളില്ലെങ്കിലും ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്നില്ലെങ്കിലും വലിയ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ഒന്നും ചെയ്തില്ലെങ്കിലും അവർ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ അവന് കഴിയും എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ദൈവം ഒരു സ്റ്റെപ്പും കൂടെ, ഒരു ഗ്രേഡും കൂടെ കൂടുതലായിട്ട് കാണുന്നെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. और बड़ा प्रचार करने के लिए मंच नहीं है या बड़े बड़े कार्यों को करने के लिए उनसे शायद संभव नहीं हो पाते हैं, परंतु इतना सब कुछ रहने के बावजूद भी यदि वो प्रभु की उपस्थिति में विश्वास योग्य रूप से वे अपने कार्यों को करते हैं, तो प्रभु मैं ये बात को समझता हूँ कि परमेश्वर उन्हें बाकियों लोगों से भी एक स्तर ऊपर उन विश्वास की आमीन सूची में उनको प्रभु गिनते हैं। അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതിന്റെയൊക്കെ വില മനസ്സിലാക്കുന്ന ഒരു ദിവസം നമുക്ക് മുൻപിലുണ്ട്. इसलिए हमेशा समझना जरूरी है कि इन सब बातों के एक जो मूल्य है जानने का एक समय हमारे सामने आने वाला है। നമ്മൾ ഇവിടെ കാണുന്നതും ഇവിടെ കേൾക്കുന്നതുമായ കാര്യങ്ങളല്ല, ഇതിന്റെ അപ്പുറത്ത് നമുക്ക് യഥാർത്ഥമായിട്ടൊരു വാല്യൂ എപ്പോഴാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം മുൻപിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. हम यहाँ देखने वाली जो भी बातें हैं या सुनने वाली जो भी बातें हैं, इन सबसे बढ़कर हमारे जीवन के लिए जो प्रभु ने रखा हुआ मूल्य हमें जानने का एक दिन करीब है, ये हमें जानना बहुत जरूरी है। അതായത് പാട്ടുകാരൻ പറയുന്നത് പോലെ, ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും,
നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നും നാം നേടിയത് എന്തെന്ന് അന്ന് നമ്മൾ അറിയും. जिस प्रकार से गीतकार एक गीत में इस प्रकार से गाते हैं कि एक दिन हमारी इस नश्वर आमीन जो भी जो देह हैं वो अंत हो जाएंगे, हमें प्रभु के पास जाकर खड़ा रहना पड़ेगा। वहां पर हमें पता चलेगा कि हमने इस संसार में क्या कुछ प्राप्त किए हैं और क्या कुछ हमने अपने जीवन में खोए हैं। ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ജീവിതത്തിൽ എല്ലാം ഉണ്ടെന്നും എല്ലാ നിലകളിലും അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും അവരെക്കാളും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ആ ഒരു മഹത്വവും തിരിച്ചറിയുന്നവരാണ് അതില്ലാത്തവരെന്നാ ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കും. और मैं कहने का तात्पर्य मेरा यही है कि हमारे जीवन में सब कुछ है या सब कुछ ना हो तो भी आमीन सबसे ज्यादा पसंद करने वाला आमीन परमेश्वर की उपस्थिति में विश्वासियों के रहने वाले लोग हैं। ये प्रभु हमें सिखाता है, समझाता है। ഈ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? दूसरा कुरिन्थियों की पत्री 8 अध्याय उसके पहली आयत को हम पढ़ेंगे। സഹോദരന്മാരെ, മെക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. अब हे भाइयों, ഇവിടെ വായിച്ചാട്ടെ. हे भाइयों, हम तुम्हें परमेश्वर के उस अनुग्रह के समाचार देते हैं जो मकदूनिया की कलीसिया पर हुआ है कि क्लेश की बड़ी परीक्षा में उनके बड़े आनंद और भारी कंगालपन में उनकी उद्धारता बहुत बढ़ गई। ഇവിടെ നമ്മൾ വായിക്കുന്നത് ശ്രദ്ധിച്ചേ, കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ കടന്നുപോയി, പക്ഷേ അവർക്ക് ആർക്കുമില്ലാത്ത ഒരു ദൈവകൃപ അവരുടെ മേൽ വ്യാപരിച്ചു. यहाँ हम जो पढ़ते हैं ध्यान से हमें पढ़ना है कि कष्ट और बड़ी क्लेश और परीक्षा के अंदर से वे उनको होकर गुजरना पड़ा, परंतु परमेश्वर का एक बड़ा आमीन सामर्थ्य को, अनुग्रह को उन्होंने अपने जीवन में अनुभव किया। ആർക്കുമില്ലാത്ത ദൈവകൃപ, ആർക്കുമില്ലാത്ത ദൈവകൃപ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആർക്കാ കൊടുത്തത്? പെട്ടെന്ന് സൗഖ്യം കണ്ടവർക്കല്ല, പെട്ടെന്നൊരു അത്ഭുതം കണ്ടവർക്കല്ല, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയിലേക്ക് പോയവർക്കല്ല. പിന്നെ ആർക്കാ ഈ ദൈവകൃപ കിട്ടിയെന്നറിയാവോ? ഈ ദൈവകൃപ കിട്ടിയത് കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ പോയവർക്ക്. और यहाँ हम जो पढ़ते हैं कि कोई और लोगों के अंदर ना पाए जाने वाला जो अनुग्रह है वो इन्हें कब मिला है, कैसे मिला है, यदि हम पूछा जाए तो जब उनके जीवन में से वे क्लेश और बड़ी परीक्षा में जब वे होकर गए तब उन्हें ये अनुग्रह जो बड़ी आनंद है उनको अपने जीवन में प्राप्त हुए। ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞു വന്നേന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാ. ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാവിലെ എഴുന്നേറ്റ് ഉറക്കളച്ചിരുന്ന് പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് ഒരു ഉയർച്ചകളോ ഒരു നന്മയോ അല്ലെ ഒരു ദൈവപ്രവൃത്തിയോ ജീവിതത്തിൽ കാണാതിരിക്കുമ്പോൾ അതെന്റെ ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണോ, എന്നോട് കൂടെ ദൈവമില്ലാത്തത് കൊണ്ടാണോ എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്നൊരു ദൈവപ്രവൃത്തി കിട്ടുമ്പോൾ ഉള്ളതിനേക്കാൾ ദൈവകൃപയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ തുടരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ആ ദൈവകൃപയുള്ളത് കൊണ്ടാണ്, ആ ദൈവകൃപ നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ടാണ് ഇന്ന് രാവിലെയും പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തത്. आमीन। यहाँ पर मैं ये बातों को कहने का तात्पर्य क्या है यदि हम आपको बताएं तो आज सवेरे प्रभु की उपस्थिति में प्रार्थना के लिए आए हुए हम सभी लोग ये बात को समझना जरूरी है कि हम प्रार्थना कर रहे हैं कई विषयों के लिए, लेकिन उसमें कोई उत्तर यदि हमें समय पर प्राप्त नहीं होते हैं तो कई बार हमारे मन के अंदर ऐसी शंकाएं आ जाती हैं, क्या मेरे प्रार्थना की कमी के कारण है या मेरे विश्वास की कमी के कारण है। प्रिय लोगों, हमें ये बात को समझना है, जैसे हमें प्रार्थना का उत्तर तुरंत मिलने के समय में जो प्रभु का अनुग्रह है उससे भी बढ़कर है कि प्रार्थना के उत्तर थोड़े देरी से मिलने के समय में भी हम प्रभु की उपस्थिति में डटे रहते हैं, प्रार्थना में बने रहते हैं, वो बड़ा एक अनुग्रह है। ये बात को हमें समझना है।
കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു, എന്റെ കൂടെ പഠിച്ചവരും എന്റെ സഹപാഠികളുമായിട്ടുള്ള പല ദൈവദാസന്മാരും നല്ല നിലകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ എനിക്ക് മാത്രം അത്രയും ഉയർന്നു പോകാൻ ഒന്നും സാധിക്കുന്നില്ല എന്ന് എന്നോട് വളരെ വിഷമത്തോടെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് ഈ ഉയർന്നു പോയി എന്ന് പറയുന്നവർക്ക് ലഭിച്ചതിനേക്കാൾ ഒരു ദൈവകൃപ നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒന്നുമില്ലായ്മയിലും തുടരാൻ കഴിയുന്നത്. प्रभु के दास के पास पिछले दिनों में एक परमेश्वर के दास ने इस प्रकार से बड़े दुख से ये बात को कह रहे थे कि उनके साथ पड़े हुए बहुत सारे अधिकांश पासवान लोग जो हैं वे अच्छे अच्छे स्तर में अच्छे अच्छे स्थानों में वे पहुंच गए। मैं सिर्फ इस प्रकार से ऐसे अनुभव में बैठा हूं। ऐसे वे जब बोल रहे थे तो परमेश्वर के दास ने उनको इस प्रकार से जवाब दिया कि बाकी लोगों के जीवन में जितने अनुग्रह को उन्होंने प्राप्त किया है उससे भी ज्यादा अनुग्रह आपने अपने जीवन में प्राप्त किए हैं और उसी के कारण आज भी आप सेवकाई में टिके रहे हैं। ये बात को हमें भूलना नहीं है। അതുകൊണ്ട് ഇന്നിപ്പോ ഈ യോഗം കഴിഞ്ഞിട്ട്, ഇന്നത്തെ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. इसलिए आज इस सेवकाई के पश्चात या प्रार्थना के पश्चात आपको क्या करना है उन बातों को मैं आपको बता के दूंगा। അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കണം. थोड़ा समय इस प्रार्थना के पश्चात प्रभु की उपस्थिति में प्रार्थना के साथ आप बैठना है और इब्रानियों की पत्री 11 अध्याय उसके 32 से लेकर 34 आयत तक पहले आपको पढ़ना है। 32 മുതൽ 34 വരെ ആദ്യം വായിച്ചതിന് ശേഷം 35 മുതലുള്ള ഭാഗങ്ങൾ പിന്നീട് വായിക്കണം. पहले 32 से लेकर 34 तक पहले भाग को पढ़ना है। उसके पश्चात आपको 35 से लेकर बाकी आयतों को आपको पढ़ना है। അപ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നവർ മാത്രമല്ല വിശ്വാസ വീരന്മാർ, അതിന്റെ വിപരീതമായി സംഭവിക്കുന്ന ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെയും ദൈവം കാണുന്നത് വിശ്വാസ വീരന്മാരായിട്ട് തന്നെയാണ്. जब हम ऐसे पढ़ेंगे तो हम ये बात को समझ पाएंगे कि जो हम अधिकांश समय देखते हैं वे ही विश्वास के वीरों की सूची में नहीं आते हैं, परंतु जो कष्ट में से, क्लेश में से, परीक्षाओं में से होकर जाते हैं वे भी विश्वास के वीरों की सूची में गिना जाता है। ये हमें प्रभु का वचन हमें समझाएगा। ഇന്ന് രാവിലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരുപാട് ദൈവദാസന്മാരും ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. നിങ്ങളോടൊക്കെ എനിക്ക് പറയുവാനുള്ളത്, ത്യാഗപൂർണമായി കർത്താവിന്റെ വേല കഷ്ടതയുടെ മധ്യത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു കൂട്ടര് ഒത്തിരി അറിയപ്പെടുന്നവരായും ഒത്തിരി നന്മകൾ പ്രാപിക്കുന്നവരായും അപ്പോൾ തന്നെ ഉയർന്നു പോകുന്നവരായും ഒക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അത്രത്തോളം ഒന്നും ആകാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ കർത്താവേ, അതെന്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നമാണോ, പരാധീനതയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ന്യായമായ ചിന്തകൾ മനസ്സിന്റെ അകത്ത് വരുമ്പോൾ ഓർത്തോണം, അങ്ങനല്ല. വിശ്വാസ വീരന്മാരെ ദൈവം ഒരു ഗണത്തിൽ വിടുതൽ പ്രാപിക്കുന്ന, അനുഗ്രഹം പ്രാപിക്കുന്ന, നന്മകൾ പ്രാപിക്കുന്ന ഒരു ഗണത്തിൽ മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്ന, മുമ്പേ മക്കതോന്യ സഭയുടെ കാര്യം വായിച്ചതുപോലെ അവർക്ക് അധികമായ ദൈവകൃപ കിട്ടിയെന്ന് പറഞ്ഞതുപോലെ അധികമായ ദൈവകൃപ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളുണ്ട്. കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവിടെ പിടിച്ചു നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയും ദൈവത്തിലുള്ള വിശ്വാസത്തിലുമാണ്. അതുകൊണ്ട് ദൈവം ഒരു നാളും നമ്മളെ കൈവിടുന്നില്ല, കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുന്നില്ല, കർത്താവ് നമ്മളെ തള്ളിക്കളയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കി ഇന്ന് രാവിലെ കർത്താവിനെ സ്തോത്രം ചെയ്യുവാനിടയായി തീർന്നു. और प्रभु के दासों, विशेष करके उत्तर भारत में सेवकाई करने वाले परमेश्वर के दास लोगों को ये बात को उसमें समझाना चाहता हूं कि आप कई बार अपने जीवन को देखकर, आपकी परिस्थितियों को देखकर, सेवकाई को देखकर कई बार निराशा के अनुभव में चले जाते हैं। कई बार दूसरों की तुलना में हम अपने आप को जब देखेंगे तो हमें लगने लगेगा कि हम आमीन कहीं पर भी नहीं पहुंचे हैं, हम आमीन जैसे हैं वैसे ही रह गए हैं। परंतु हमेशा याद रखना है कि विश्वास की जो वीरों
की सूची में केवल एक ही भाग नहीं जहां पर लोग बड़े बड़े कार्यों को किए हैं, परंतु उसके दूसरे भाग में भी जिन्होंने कष्ट को और आमीन संकट को और परीक्षाओं को अपने जीवन में अनुभव किया है, उनके भी जीवन में परमेश्वर ने अपने अनुग्रह को दिया है। जैसे हमने आमीन मकदूनिया की कलीसिया के विषय में कहा कि वे लोग कष्ट में बड़े अनुग्रह को उन्होंने अपने जीवन में प्राप्त किया, उसी प्रकार आप भी प्रभु के उस बड़े अनुग्रह के कारण आप विश्वास में बने रहते हैं। इसलिए कभी भी निराश नहीं होना, परंतु प्रभु ने दिए हुए कार्यों में आगे बढ़ते चले जाना है। അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ സമയം ശക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം, ആരും നിരാശപ്പെട്ടു പോകാതെ, ആരും വേദന അനുഭവിക്കാതെ, ആരും കഷ്ടതയിൽ അയ്യോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ എന്ന് ചിന്തിക്കാതെ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. प्रेज द लॉर्ड। मैं इस वचनों को समाप्त करने से पहले इन बात को बताना चाहता हूं कि आप लोग अपने विश्वास जीवन में जब ऐसे समयों में जब आप मुश्किलों को और परीक्षाओं को और कष्ट को जब आप सामना करते हैं, तो आप विश्वास में डगमगाए ना, परंतु विश्वास में डटे रहने के लिए प्रभु आपको सहायता और मदद करे। ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. और इन वचनों के द्वारा प्रभु आप सभी को अनुग्रह और आशीष दे और प्रभु आप सभी को सहायता करे, ये मेरी प्रार्थना है। प्रभु आप सभी को आशीष और अनुग्रह देने पाए। आमीन।